പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ധ്യാനിക്കുന്നത് മലാക്കി 4:1. അവിടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അതായത് ദൈവമാണ് അരുൾ ചെയ്യുന്നത്. എന്താ പറയുന്നത്? ചുള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. എന്താ വൈക്കോലിന്റെ പ്രത്യേകത? വൈക്കോലാണ് കത്തിപ്പടരും അല്ലെ. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. വേരും ശാഖയും. പ്രിയ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിലെ ഖത്തറിലൊക്കെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഈ തീയും അഗ്നി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ അല്ലെ. അതായത് കാലം ഏതാണ്ട് അന്ത്യത്തിലേക്കൊക്കെ പോയി തുടങ്ങിയെന്നാണ് അല്ലേ. നമുക്ക് പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് രണ്ടാം വരവായി. നമുക്ക് അറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷെ രണ്ടാം യേശു വീണ്ടും വരും എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിൻ്റെ യുദ്ധങ്ങളുണ്ടാകും, കലഹങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇതൊരു സൂചനകളൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ ഒരു സൂചനകളായിട്ട് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ നഷ്ടധൈര്യരാകാനുള്ളൊരു വിളിയല്ല നമ്മുടെ യേശു ഇതിനെക്കുറിച്ചിട്ടൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളവർക്ക് ഈ കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും. ദൈവവചനം ഗൗരവമായി എടുക്കാത്തവർ ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. അയ്യോ ഹമാസ്, അയ്യോ അമേരിക്ക, അയ്യോ ഉക്രൈൻ, അയ്യോ പാകിസ്ഥാൻ, അയ്യോ താലിബാൻ അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ അയ്യോ അയ്യോ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്തെ ഗൗരവമായിട്ട് എടുത്തവർക്ക് ഈ കാലഘട്ടത്തെ, പ്രിയ സഹോദരങ്ങളെ, വ്യാഖ്യാനിക്കാനായിട്ടുള്ള കൃപ സ്വർഗം നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചനം ഗൗരവമായിട്ട് പഠിക്കാൻ, ദൈവവചനത്തിൽ വലിയൊരു ട്രഷർ ദൈവവചനത്തിൽ ഉണ്ട് സഹോദരങ്ങളെ. നമുക്കത്, അതായത് സൈന്യങ്ങളുടെ കർത്താവ് ഒരു ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരും. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവർ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിലും പ്രിയ സഹോദരങ്ങൾ, ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഒരുപാട് പേര് കത്തോലിക്കൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സ് മടുക്കരുത്. ഞാനിപ്പോൾ ഓർക്കുന്നൊരു സംഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ്, വലിയൊരു സുവിശേഷകനാണ്. അദ്ദേഹം പറയായിരുന്നു, ഞാനിങ്ങനെ വചനമൊക്കെ പറയുമ്പോഴും ആൾക്കാരൊരു ശ്രദ്ധയില്ല. അതിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മടുത്തു പോവാണ് സജ്ജു. ഞാൻ പുറകോട്ട് ബാക്ക് ഓഫ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുകയാണ്. ഞാൻ പറഞ്ഞു പാടില്ല. കാരണം ജനം എങ്ങനെ ഇരുന്നാലും നമ്മളിത് 100 മെഷീൻ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. റെസ്പോൺസ് അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ദൗത്യത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ വിശ്വസ്തരാകണമെന്ന് സുഖം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് കർത്താവ് എനിക്ക് ഞാൻ എൻ്റെ ശുശ്രൂഷ വിജയമാണോ പരാജയമാണോ എന്ന് നോക്കിയിട്ടല്ല എൻ്റെ ശുശ്രൂഷയിൽ ദൈവം എന്നെ അഭിനന്ദിക്കുന്നത് എനിക്ക് എത്രമാത്രം വിശ്വസ്തതയുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവവചനത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു 10 പേർക്ക് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങളോട് ഒരു സ്നേഹബന്ധമുള്ളതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത് കേട്ടോ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നത് ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.